भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ അധ ഷഷ്ടിതമോऽധ്യായ. ശ്രീശുക ഉവാച. കർഹിചിൽ സുഖമാസീനം സ്വതൽപസ്ഥം ജഗദ്ഗുരും പതിം പര്യചരൽ ഭൈഷ്മീ വ്യജനേന സഖീജനൈ. യസ്ത്വേതല്ലീലയാ വിശ്വം സൃജത്യത്യവതീശ്വര സ ഹി ജാത സ്വസേതൂനാം ഗോപീധായ യദുഷ്വജ. തസ്മിന്നന്തർഗൃഹേ ഭ്രാജന്മുക്താദാമ വിളംബിന വിരാജിതേ വിതാനേനാ ദീപൈർമണിമയൈരപി മല്ലികാദാമഭിഃ പുഷ്പൈർദ്വിരേഭകുലനാദിതൈ ജാലരന്ധ്രപ്രവിഷ്ടൈശ്ചാഗോഭിശ്ചന്ദ്രമസോമലൈ പയഭേന നിഭേ ശുഭ്രേ പര്യങ്കേ കശിപൂത്തമേ ഉപതസ്ഥേ സുഖാസീനം ജഗദാമീശ്വരം പതിം. വാലവ്യജനമാദായ രത്നദണ്ഡം സഖീകരാൽ തേന വിജയതി ദേവി ഉപാസാഞ്ചക്ര ഈശ്വരം സോപാച്യുതം കുണയതി മണിനൂപരാഭ്യാം. രേജേങ്കുലീയവലയവ്യജനാഗ്രഹസ്ഥാ വസ്ത്രാന്തഗൂഢകുചകുങ്കുമശോണഹാരഭാസാ നിതംബധൃതയാ ച പരാർദ്ധകാഞ്ജ്യാ. താം രുക്മിണം ശ്രിയമനന്യഗതിം നിരീക്ഷ്യ യാ ലീലയാ ധൃതതനോരനുരൂപരൂപ പ്രീതസ്മയന്നളകകുണ്ടലനിഷ്കകണ്ഠവക്ത്രോല്ലസൽസ്മിതസുധാം ഹരിരാബഭാഷേ. ശ്രീഭഗവാനുവാച. രാജപുത്രീപ്സിതാ ഭൂപേർലോകപാലവിഭൂതിഭിः മഹാനുഭാവൈः ശ്രീമദ്ഭിരൂപൗദാര്യബലോർജിതൈः താൻ പ്രാപ്താനർത്ഥിനോ ഹിത്വാ ചൈദ്യാദീൻ സ്മരദുർമദാൻ ദത്താ ഭ്രാത്രാ സ്വപിത്രാ ച കസ്മാന്നോ വവൃഷയ സമാൻ. രാജഭ്യോ ബിഭ്യതഃ ശുഭ്രൂ സമുദ്രം ശരണം ഗതാൻ ബലവദ്ഭിഃ കൃതദ്വേഷാൻ പ്രായസ്ത്യക്തനൃപാസനാൻ. അസ്പഷ്ടവത്മനാം പുംസാമലോകപഥമീയുഷാം ആസ്ഥിതാ പദവിം ശുഭ്രൂ പ്രായസീദന്തിയോഷിതാ. നിഷ്കിഞ്ചനാ വയം ശശ്വൽ നിഷ്കിഞ്ചന ജനപ്രിയാ തസ്മാൽ പ്രായേണ ന ഹ്യാഢ്യാ മാം ഭജന്തി സുമധ്യമേ. യയോരാത്മസമം വിത്തം ജന്മൈശ്വര്യാകൃതിർഭവ തയോർവിവാഹോ മൈത്രീ ച നോത്തമാധമയോ ക്വചിൽ. വൈദർഭ്യേ തദവിജ്ഞായ ത്വയാ ദീർഘസമീക്ഷയാ വൃതാ വയം ഗുണൈർഹീനാ
ഭിക്ഷുഭിശ്ലാഘിതാമൃമുധാ അഥാത്മനോനുരൂപം വൈ ഭജസ്വ ക്ഷത്രിയഋഷഭം യേന ത്വമാശിഷഃ സത്യാ ഇഹാമുത്ര ച ലപ്സ്യസേ. ചൈദ്യശാല്വജരാസന്ധദന്തവക്ത്രാദയോ നൃപാ മമ ദ്വിഷന്തി വാമോരു രുക്മീ ചാപി തവാഗ്രജ. തേഷാം വീര്യമദാന്ധാനാം ദൃപ്താനാം സ്മയനുത്തയേ ആനീതാസി മയാ ഭദ്രേ തേ ചോപഹരതാസതാം. ഉദാസീനാ വയം നൂനം ന സ്ത്ര്യപത്യാർത്ഥകാമുകാ ആത്മലബ്ധ്യാസ്മഹേ പൂർണ്ണ ഗേഹയോർജ്യോതിരക്രിയാ. ശ്രീശുക ഉവാച ഏതാവദുക്ത്വാ ഭഗവാൻ ആത്മാനം വല്ലഭാമിവ മന്യമാനാമവിശ്ലേഷാൽ തദ്ദർപ്പഘ്ന ഉപാരമൽ. ഇതി ത്രിലോകേശപതേസ്തദാത്മനാ പ്രിയസ്യ ദേവ്യശ്രുതമൂർവമപ്രിയം ആശ്രുത്യ ഭീതാ ഹൃദി ജാതവേപധുശ്ചിന്താം ദുരന്താം രുദതി ജഗാമഹ. പദാസു ജാതേന നഖാരുണശ്രിയാ ഭുവം ലിഖന്ത്യശ്രുഭിരഞ്ജനാസിതൈ ആസിഞ്ചതി കുങ്കുമരൂഷിതൗ സ്തനൗ തസ്ഥാവധോ മുഖ്യതി ദുഃഖരുദ്ധവാഗ്. തസ്യാ സുദുഃഖഭയശോകവിനഷ്ടബുദ്ധിർഹസ്താച്ഛതദ്വലയതോ വ്യജനം പപാത. ദേഹശ്ച വിക്ലവധിയ സഹസൈവ മുഹ്യൻ രംഭേവ വായുവിഹതാ പ്രവികീര്യ കേശാൻ. തദ്ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണ പ്രിയായാ പ്രേമബന്ധനം ഹാസ്യപ്രൗഢിമജാനന്ദ്യ കരുണ സോന്വകമ്പത. പര്യങ്കാദവരുഹ്യാശു താമുദ്ധാപ്യ ചതുർഭുജ കേശാൻ സമുഹ്യ തദ്വക്ത്രം പ്രാമൃജൽ പത്മപാണിനാ. പ്രമിജ്യാശ്രുകലേ നേത്രേ സ്തനൗ ചോപഹതൗ ശുച ആശ്ലിഷ്യ ബാഹുനാ രാജന്നനന്യ വിഷയാം സതിം. സാന്ത്വയാമാസ സാന്ത്വജ്ഞാ കൃപയാ കൃപണാം പ്രഭു ഹാസ്യപ്രൗഢിഭ്രമച്ചിത്താമതദർഹാം സതാം ഗതി. ശ്രീഭഗവാനുവാച മാമാ വൈദർഭ്യസൂയേധാ ജാനേ ത്വാം മൽപരായണാം ത്വദ്വച ശ്രോതുകാമേന ക്ഷ്വേല്യാചരിതമംഗനെ. മുഖം ച പ്രേമസംരംഭസ്ഫുരിതാധരമീക്ഷിതും കടാക്ഷേപാരുണാപാംഗം സുന്ദരഭ്രുകുടീതടം. അയം ഹി പരമോ ലാഭോ ഗൃഹേഷു ഗൃഹമേധിനാം യന്നർമ്മൈർനീയതേ യാമ പ്രിയയാ ഭീരു ഭാമിനി. ശ്രീശുക ഉവാച സൈവം ഭഗവതാ രാജൻ വൈദർഭീ പരിസാന്വിതാ ജ്ഞാത്വാ തൽപരിഹാസോക്തിം പ്രിയത്യാഗഭയം ജഹൗ. ബഭാഷ ഋഷഭം പുംസാം വീക്ഷന്തി ഭഗവന്മുഖം സവ്രീഡഹാസരുചിരസ്നിഗ്ധാപാംഗേന ഭാരത. രുക്മിണ്യുവാച നന്വേവമേതദരവിന്ദവിലോചനാഃ യദ്വൈ ഭവാൻ ഭഗവതോ സദൃശീ വിഭൂമ്നാ ക്വ സ്വേ മഹിംനഭിരതോ ഭഗവാംസ്ത്ര്യധീശ ക്വാഹം ഗുണപ്രകൃതിരജ്ഞഗൃഹീതപാദ. സത്യം ഭയാദിവ ഗുണേഭ്യ ഉരുക്രമാന്ത ശേതേ സമുദ്ര ഉപലംഭനമാത്രാത്മാ നിത്യം കദിന്ദ്രിയഗണൈകൃതവിഗ്രഹസ്ത്വം ത്വൽസേവകേർനൃപപദം വിധുതം തമോന്ധം. ത്വത്പാദപത്മമകരന്ദജുഷാം മുനീനാം വർണ്ണാസ്ഫുടം നൃപശുഭിർനനു ദുർവിഭാവ്യം. യസ്മാദലൗകികമിവേഹിതമീശ്വരസ്യ ഭൂമം സ്തവേഹിതമധോ അനു യേ ഭവന്തം. നിഷ്കിഞ്ചനോ നനു ഭവാന്ന യതോസ്തി കിഞ്ചിൽ യസ്മൈ ബലിം ബലിഭുജോപി ഹരന്ത്യജാദ്യാ. നത്വാ വിദന്ത്യ സുതൃപോന്തകമാഢ്യതാന്ധാ പ്രേഷ്ഠോ ഭവാൻ ബലിഭുജാമപി തേപി തുഭ്യം. ത്വം വൈ സമസ്തപുരുഷാർത്ഥമയ ഫലാത്മാ യദ്വാഞ്ഛയാ സുമതയോ വിസൃജന്തി കൃഷ്ണം തേഷാം വിഭോ സമുചിതോ ഭവതഃ സമാജ. പുംസസ്ത്രിയാശ്ച രതയോ സുഖദുഃഖിനോർന്ന.
ത്വം ന്യസ്തദണ്ഡമുനിഭിർഗതിതാനുഭാവ ആത്മാത്മദഞ്ച ജഗതാമിതി മേ വൃതോസി ഹിത്വാ ഭവദ്ഭ്രുവ ഉദീരിതകാലവേഗധ്വസ്താശിഷോബ്ജഭവനാഗപതിൻ കുതോന്യേ ജാഡ്യം വചസ്തവ ഗദാഗ്രജയസ്തു ഭൂപാൻ വിദ്രാവ്യശാർംഗനിനദേന ജഹർധമാം ത്വം സിംഹോ യഥാ സ്വബലിമീശ പശൂൻ സ്വഭാഗം തേഭ്യോ ഭയാൽ യദുദധിം ശരണം പ്രപന്ന യദ്വാഞ്ഛയാ നൃപശിഖാമണയോംഗവൈന്യജായന്തനാഹുഷഗയാദയ ഐകപത്യം രാജ്യം വിസൃജ്യ വിവിശുർവനമംബുജാക്ഷ സീദന്തി തേനു പദവിം തൈഹാ സ്ഥിതാ കിം കാന്യം ശ്രയേത തവ പാദസരോജഗന്ധമാഘ്രായ സന്മുഖരിതം ജനതാപവർഗം ലക്ഷ്മ്യാലയം ത്വവിഗണയ്യ ഗുണാലയസ്യ മർത്യാ സദോരുഭയമർത്ഥവിവിക്തദൃഷ്ടി തം ത്വാനുരൂപമഭജം ജഗതാമധീശമാത്മാനമത്ര ച പരത്ര ച കാമപൂരം സ്യാന്മേ തവാഘ്രിരണം ശ്രുതിഭിർഭ്രമന്ത്യാ യോ വൈ ഭജന്തമുപയാത്യനൃതാപവർഗ തസ്യാസ്യുരച്യുത നൃപാ ഭവതോപദിഷ്ടാ സ്ത്രീണാം ഗൃഹേഷു ഖരഗോശ്വബിഡാലഭൃത്യാ യൽകർണമൂലമരികർഷണനോപയാൽ യുഷ്മൽകഥാ മൃഡവിരിഞ്ച സഭാസു ഗീതാ ത്വക്ശ്മശ്രു രോമ നഖ കേശപിനദ്ധമന്തർമാംസാസ്ഥിരക്തകൃമിവിട്കഭ പിത്തവാതം ജീവച്ഛവം ഭജതി കാന്തമതിർവിമൂഢാ യാതേ പദാബ്ജമകരന്തമജിഘ്രതി സ്ത്രീ അസ്ത്വംബുജാക്ഷ മമ തേ ചരണാനുരാഗ ആത്മൻരതസ്യ മയി ചാനതിരിക്തദൃഷ്ടേ യർഹ്യസ്യ വൃദ്ധയ ഉപാത്തരജ്യോതിമാത്രോ മാമീക്ഷസേ തദുഹന പരമാനുകമ്പാ നൈവാളീകമഹം മന്യേ വചസ്തേ മധുസൂദന അംബായ ഇവ ഹി പ്രായ കന്യായ സ്യാദ് രതി ക്വചിൽ വ്യൂഢായാശ്ചാപി പുംശ്ചല്യ മനോഭ്യേതി നവം നവം ബുധോ സതിം ന ബിഭ്രയാത് താം ബിഭ്രതു ഭയച്യുത ശ്രീഭഗവാനുവാച സാധ്വേതശ്രോതു കാമൈസ്ത്വം രാജപുത്രീ പ്രലംഭിത മയോദിതം യദന്വാദ്ധ സർവം തൽ സത്യമേവ ഹി യാൻ യാൻ കാമയസേ കാമാൻ മയ്യകാമായ ഭാമിനി സന്ദിഹ്യേകാന്തഭക്തായാസ്തവ കല്യാണി നിത്യദാ ഉപലബ്ധം പതിപ്രേമ പാതിവ്രത്യം ച തേന ഘേ യദ്വാക്യൈശ്ചാല്യമാനായ നധീർമയ്യപകർഷിത യേ മാം ഭജന്തി ദാമ്പത്യേ തപസാ വ്രതചര്യയാ കാമാത്മനോപവർഗേശം മോഹിതാ മമ മായയാ മാം പ്രാപ്യ മാനിന്യപവർഗസമ്പദം വാഞ്ഛന്തിയേ സമ്പദ ഏവ തത്പതിം തേ മന്ദഭാഗ്യാ നിരയേപിയേ നൃണാം മാത്രാത്മകത്വാന്നിരയസ്സു സംഗമാ ദിഷ്ട്യാ ഗൃഹേശ്വര്യസകൃന്മയീ ത്വയാ കൃതാനുവൃത്തിർഭവമോചനീ ഖലൈ സുദുഷ്കരാസൗ സുതരാം ദുരാശിഷോ ഹ്യസുംഭമായ നികൃതിഞ്ജുഷസ്ത്രിയാ ന ത്വാദൃശീം പ്രണയിനിം ഗൃഹിണീം ഗൃഹേഷു പശ്യാമി മാനിനിയയാ സ്വവിവാഹകാലേ പ്രാപ്താൻ നൃപാന വിഗണയ്യ രഹോഹരോ മേ പ്രസ്ഥാപിതോ ദ്വിജ ഉപശ്രുത സൽക്കഥസ്യ ഭ്രാതൃവിരൂപകരണം യുധി നിർജിതസ്യ പ്രോദ്വാഹ പർവണി ച തദ്വധമക്ഷഗോഷ്ഠ്യാം ദുഃഖം സമുദ്ധമസഹോസ്മദയോഗഭീത്യാ നൈവാബ്രവീ കിമപി തേന വയം ജിതാസ്തേ ദൂതസ്ത്വയാത്മലഭനേ സുവിവിക്തമന്ത്ര പ്രസ്ഥാപിതോ മയി ചിരായതി ശൂന്യമേതൽ മത്വാ ജിഹാസ ഇദമംഗമനന്യയോഗ്യം തിഷ്ഠേത തത്വൈ വയം പ്രതിനന്ദയാമ
ശ്രീശുക ഉവാച ഏവം സൗരതസല്ലാപൈർ ഭഗവാൻ ജഗദീശ്വര സ്വരതോ രമയാ രേമേ നരലോകം വിഡംബയൻ തഥാന്യാസാമപി വിഭുർഗൃഹേഷു ഗൃഹവാനിവ ആസ്ഥിതോ ഗൃഹമേധീയാൻ ധർമാം ലോകഗുരുർഹരി. ശ്രീഹരേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ശ്രീകൃഷ്ണരുക്മിണീ സംവാദോ നാമ ഷഷ്ടിതമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ കൃഷ്ണായ ദത്തം മനാ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. ഭഗവാന്റെ പ്രത്യേകമായ അനുഗ്രഹവിശേഷം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് ഭാഗവതം ദശമസ്കന്ധത്തിലെ 60-ാമത്തെ അധ്യായത്തിലേക്ക് എത്തിയിരിക്കുന്നു. 637-ാമത്തെ ദിവസത്തിലേക്കും എത്തിയിരിക്കുന്നു. ഇവിടെ 60-ാമത്തെ അധ്യായത്തിൽ സാക്ഷാൽ ഭഗവാൻ രുക്മിണിയുടെ പ്രണയകലഹം കാണാൻ ആഗ്രഹിച്ച് ആ രുക്മിണിയെ കോപം ഉണ്ടാക്കാൻ പാകത്തിന് ചില കാര്യങ്ങൾ പറയുന്നു. പിന്നീട് ആ രുക്മിണിയുടെ ഭക്തിഭാവം കണ്ട് സമാധാനിപ്പിക്കുന്നു. ഈ ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ശ്രീശു ബ്രഹ്മഷി പറയുന്നു, കരിഹിച്ചിൽ സുഖമാസീനം സ്വതൽപസ്ഥം ജഗദ്ഗുരും പതിം പര്യചരൽ ഭൈഷ്മി വ്യജനേന സഖീജനൈ. ഈ അധ്യായത്തെ തന്നെ കർഹിച്ചിത്ത അധ്യായം എന്നാണ് പറയാറുള്ളത്. പണ്ട് പൂന്താനം കൊട്ടിയൂരമ്പലത്തിൽ വെച്ച് ഈ ഭാഗം വായിച്ചപ്പോ സാക്ഷാൽ കൊട്ടിയൂരപ്പന് മഹാദേവന് തൃപ്തിയായില്ല എന്നും അടയാളം വെച്ച ഭാഗം മാറ്റിവെച്ച് വീണ്ടും പൂന്താനത്തിനെ കൊണ്ട് കർഹിച്ചിത്ത അധ്യായം വായിപ്പിച്ചുവെന്നും ഒടുവിൽ ഇത് താനാണ് ചെയ്തത് എന്ന ദിവ്യദർശനം പൂന്താനത്തിന് നൽകി പിന്നീട് വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ച് ഈ ഭാഗവത ഗ്രന്ഥം തിരിച്ചുകൊടുത്തു എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ കർഹിച്ചിത്ത് എന്ന് തുടങ്ങുന്ന ഈ അധ്യായം, കർഹിച്ചിത്ത അധ്യായം, ഒരിക്കൽ കർഹിച്ചിത്ത് സുഖം ആസീനം, സുഖമായിട്ടിരിക്കുന്ന സ്വതൽപസ്ഥം, തന്റെ ശയ്യയിൽ ആ കിടക്കുന്ന ഭഗവാൻ അല്ലെങ്കിൽ ശയ്യയിൽ ഇരിക്കുന്ന ഭഗവാൻ ജഗദ്ഗുരു, ലോകത്തിന്റെ മുഴുവൻ ഗുരുവായിരിക്കുന്ന ആ ഭഗവാനെ പതിം ഭൈഷ്മി, ഭർത്താവിനെ, ഭൈഷ്മി രുക്മിണി ഭീഷ്മകപുത്രി, സഖീജനൈ വ്യജനേന പര്യചരൽ, സഖികളോടുകൂടി വിശറി കൊണ്ട് ആ ഭഗവാന് ഉഷ്ണമില്ലാതെയാവാൻ വീശിക്കൊണ്ട്, ചാമരമെടുത്ത് വീശിക്കൊണ്ട് രുക്മിണി തന്റെ സഖിമാരോടുകൂടി അവിടെ നിൽക്കുന്നു. യസ്ത്വേതല്ലീലയാ വിശ്വം സൃജത്യത്യവതീശ്വര സഹിജാത സ്വസേതൂനാം ഗോപീധായ യദുഷ്വജ. യാ ഈശ്വര, ഏതൊരു ഈശ്വരനാണോ ലീലയാ, ലീലയായിക്കൊണ്ട് ഏതദ് വിശ്വം സൃജതി അത്തി അവതി, ഈ ലോകത്തെ സൃജതി എന്ന് പറഞ്ഞ സൃഷ്ടിക്കണു, അത്തി എന്ന് പറഞ്ഞ സംഹരിക്കണു, അവതി എന്ന് പറഞ്ഞ രക്ഷിക്കണു. ഇപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ അജാഹി, ആ അജൻ തന്നെ, ആ ഭഗവാൻ തന്നെ, സ്വസേതൂന, താൻ നിശ്ചയിച്ച ചില മര്യാദകളോടെ ഗോപീധായ, അതിന്റെ രക്ഷയ്ക്ക് യദുക്കളിൽ ജനിച്ചവനാണ്. രുക്മിണിയുടെ ഭാഗ്യാതിശയം കാണിക്കാൻ വേണ്ടി പറയുകയാണ്. ആരാണോ ഈ ലോകത്തെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിലൂടെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ഭഗവാൻ, ജന്മാദി വികാരങ്ങളില്ലാത്ത ഭഗവാൻ, തന്നാൽ തന്നെ കൽപ്പിക്കപ്പെട്ട ലോകമര്യാദകൾ നിലനിർത്താൻ വേണ്ടി അവതാരങ്ങൾ എടുത്തിരിക്കണു, മനുഷ്യരൂപം എടുത്തിരിക്കണു, ലീലാമാനുഷ
വേഷത്തെ കെട്ടിയാടുന്നു. അങ്ങനെയുള്ള ഭഗവാൻ തസ്മിൻ അന്തർഗൃഹേ ഭ്രാജൻ മുക്താദാമ വിളംബിന വിരാജിതേ വിതാനേന ദീപേർ മണിമയൈരപി. ആ രുക്മിണിയുടെ അന്തഃപുരത്തിന്റെ ആ അറയുടെ പ്രത്യേകതകൾ പറയാണ്. ഭ്രാജൻ മുക്താദാമ വിളംബിന, ശോഭയുള്ള മുത്തുമാലകൾ ഇഴഞ്ഞുകിടക്കുന്ന വിതാനേന, വിതാനം കൊണ്ടും, മണിമയൈ രത്നമയങ്ങളായിരിക്കുന്ന ദീപൈയപി ദീപങ്ങൾ കൊണ്ടും, വിരാജിതേ ശോഭിക്കുന്ന തസ്മിൻ അന്തർഗൃഹേ ആ അന്തഃപുരത്തിൽ, മല്ലികാദാമഭി മല്ലികാമാലകൾ കൊണ്ടും പുഷ്പങ്ങൾ കൊണ്ടും, ദുരേഭകുലനാദിതൈ വണ്ടുകൂട്ടങ്ങൾ ശബ്ദിക്കുന്ന ആ സ്ഥലത്ത്, ജാലരന്ധ്ര പ്രവിഷ്ടൈ ജനവാതിൽ ദ്വാരത്തിൽ കൂടി അകത്തേക്ക് വരുന്ന ചന്ദ്രമസഹ ചന്ദ്രന്റെ അമലൈ ഗോഭീച്ച അമലമായ നിർമ്മലമായ ആ കിരണങ്ങൾ, വിരാജിതെ ശോഭിച്ചുകൊണ്ടിരിക്കുന്നതായ അന്തർഗൃഹത്തിൽ, പയഭേന നിഭേ പാലിന്റെ നുരയ്ക്ക് തുല്യമായിരിക്കുന്ന, ശുഭ്രേ ധവളമായിരിക്കുന്ന, കശിപുത്തമേ ഉത്തമമായ തലയിണയോടുകൂടിയ പര്യങ്കെ കട്ടിലിൽ, സുഖാസീനം ജഗതാം ഈശ്വരം സുഖമായിട്ടിരിക്കുന്ന ലോകങ്ങളുടെ നാഥനായിരിക്കുന്ന ഭർത്താവിനെ ഉപതസ്ഥെ സേവിച്ചു. ഈ രുക്മിണി ഭഗവാനെ പരിചരിച്ചു എന്നാണ്. അതിവിശേഷമായിട്ടുള്ള ആ അന്തഃപുരം, അതിനകത്തേക്ക് ജനാലകൾക്കിടയിലൂടെ ചന്ദ്രിക, ആ ചന്ദ്ര ചാർത്ത അണിയിച്ചതുപോലെയുള്ള ചന്ദ്രിക, ഒരു പൗർണമിയുടെ അന്ന് എന്നൊക്കെ വിചാരിക്കാം. ചന്ദ്രൻ പരിപൂർണനായി നിൽക്കുമ്പോൾ ആ ചന്ദ്രിക അകത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ മനോഹരമായിരിക്കുന്ന അന്തഃപുരത്തിൽ അവിടെ ആ കട്ടിലിൽ ഇരിക്കുന്ന ഭഗവാൻ, കശിപൂത്തമേ ഉത്തമമായ തലയിണയോടുകൂടിയ പര്യങ്കത്തിൽ കട്ടിലിരിക്കുന്നു ഭഗവാൻ. ഈ ഭഗവാനെ ദേവി ശുശ്രൂഷിച്ചു എന്ന് പറയുന്നു. വാലവ്യജനമാദായ രത്നദണ്ഡം സഖീകരാൾ തേന വിജയതി ദേവി ഉപാസാഞ്ചക്ര ഈശ്വരം. രത്നദണ്ഡം വാലവ്യജനം, രത്നപ്പിടിയോട് കൂടിയിട്ടുള്ള ആ വെഞ്ചാമരത്തെ സഖീകരാൾ ആദായ സഖിമാരുടെ കയ്യിൽ നിന്ന് രുക്മിണി സ്വയം വാങ്ങിയിട്ട്, തേന ഈശ്വരം വിജയതി അതുകൊണ്ട് ആ ഈശ്വരനെ ഭഗവാനെ വീശിക്കൊണ്ടിരിക്കുന്ന രുക്മിണി ആ രീതിയിൽ ഭഗവാനെ ഉപാസന ചെയ്തു, ഭഗവാനെ സേവിച്ചു, ഭഗവാനെ പരിചരിച്ചു. സോപാച്യുതം കൊണയതി മണിനൂപുരാഭ്യാം രേജംഗുലീയവലയവ്യജനാഗ്രഹസ്ഥ വസ്ത്രാന്തഗൂഢകുചകുങ്കുമശോണഹാരഭാസ നിതംബധൃതയാ ച പരാധ്യകാഞ്ച്യാ. ശ്രീകൃഷ്ണ രുക്മിണിയോട് വല്ലാത്ത പ്രേമമുണ്ടായി. രുക്മിണിയുടെ പ്രത്യേകതകൾ പറയാണ്. ഉപാച്യുതം, അച്യുതന്റെ അടുത്ത് ഇരിക്കുന്ന, മണിനൂപരാഭ്യാം മണിമയങ്ങളായ കാൽച്ചിലമ്പുകൾ കൊണ്ട് അത് ശബ്ദിപ്പിക്കുന്ന, കുണയതി അങ്കുലീയ വലയവ്യജന ആഗ്രഹസ്ഥ ഹസ്താഗ്രഹത്തിൽ ആ വിരലിൽ അങ്കുലീയങ്ങളും വലയങ്ങളും വ്യജനവുമൊക്കെ ധരിച്ചിരിക്കുന്ന ആ പെൺകുട്ടി, വസ്ത്രാന്തഗൂഢ കുചകുങ്കുമ ശോണഹാരഭാസ വസ്ത്രം കൊണ്ട് മറയ്ക്കപ്പെട്ട ആ കുചങ്ങളിലുള്ള കുങ്കുമം കൊണ്ട് തുടുത്ത മുത്തുമാലകളുടെ കാന്തിയോടുകൂടി, നിതംബധൃതയ നിതംബത്തിൽ ധരിച്ചിരിക്കുന്ന പരാധ്യകാഞ്ച്യാം വളരെ വിലയേറിയ അരഞ്ഞാൻ കൊണ്ടും രുക്മിണി അതിസുന്ദരിയായിട്ട് ഇരുന്നു എന്നാണ്. അങ്ങനെ അലങ്കാരങ്ങൾ ധരിച്ച് ശ്രീകൃഷ്ണ സന്നിധാനത്തിൽ ഇരുന്ന് വെഞ്ചാമരം വീശിക്കൊണ്ടിരുന്ന രുക്മിണിക്ക് വളരെ പ്രത്യേകമായിട്ടുള്ളൊരു ശോഭ ഉണ്ടായിരുന്നു അത്രേ. താം രുക്മിണിം ശ്രിയമനന്യഗതിം നിരീക്ഷ്യ യാ ലീലയാ ധൃതതനോരനുരൂപരൂപ പ്രീതസ്മയന്നളക കുണ്ടല നിഷ്കണ്ഠ വക്ത്രോല്ലസൽസ്മിത സുധാം ഹരിരാഭാഷേ. ലീലയാ ധൃതതനോ വെറും കളിയായിട്ട് രൂപം ധരിച്ചിരിക്കുന്ന, ആ ശരീരം ധരിക്കപ്പെട്ട അനുരൂപരൂപ അനുരൂപമായ ആകൃതിയോട് കൂടിയവൾ, യാതൊരു അളക കുണ്ടല നിഷ്കണ്ഠ വക്ത്രോല്ലസൽ സ്മിത സുധാം അളകം, കുണ്ടലം, കഴുത്തിലെ പതക്കം, അതേപോലെ മുഖത്ത് പ്രകാശിക്കുന്ന മന്ദഹാസമാകുന്ന അമൃത്, ആ സുധ എന്നിവയോട് കൂടിയ അനന്യഗതിം താം രുക്മിണിയും അന്യഗതിയോട് കൂടാത്തവളായ, മറ്റാരും ഗതിയില്ലാത്ത രുക്മിണിയാകുന്ന
ശ്രിയം ശ്രീദേവിയെ നിരീക്ഷ്യ കണ്ടിട്ട് പ്രീതഃ സ്മയൻ ഹരി ആബഭാഷ സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ ആ രുക്മിണിയോട് സംസാരിക്കാൻ തുടങ്ങി. മനുഷ്യലോകത്തിൽ ലീലാവിഗ്രഹം ഭഗവാൻ, ആ ലീലാവിഗ്രഹത്തെ കണ്ടപ്പോ അതിന് ചേർന്ന രീതിയിൽ ശ്രീദേവിയാകുന്ന ലക്ഷ്മി ഭഗവതിയാകുന്ന രുക്മിണി, അങ്ങനെ ദേവനായിരിക്കുമ്പോൾ ദേവീ ശരീരം, മനുഷ്യനായിരിക്കുമ്പോൾ മനുഷ്യ ശരീരം, എപ്പോഴും ഭഗവാനെ അനപായിനിയായ ഭക്തിയോടുകൂടി എന്നും ആ ഭഗവാനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നവളാണ്. ഇപ്പൊ മുഖത്തിൽ പ്രകാശിക്കുന്ന ആ ചൂർണ കുന്തളം, കാതുകളിൽ കിടന്നാടുന്ന കുണ്ടലങ്ങൾ, കഴുത്തിലുള്ള പതക്കം, മുഖത്തിലുള്ള മന്ദഹാസമാകുന്ന അമൃത്, അങ്ങനെ അതിസുന്ദരിയായി ശ്രീഹരി മന്ദഹാസം ചെയ്തും കൊണ്ട് ആ രുക്മിണിയോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. അപ്പോ സ്വരൂപം ധരിച്ച ലക്ഷ്മി ദേവിയോട് പറഞ്ഞു ഭഗവാൻ. ആ ഭഗവാന്റെ വാക്കുകളാണ് നമ്മൾ കർഹിച്ചിത്ത അധ്യായത്തിലെ വളരെ രസകരമായിട്ടുള്ള വരികളായിട്ട് നമ്മൾ കണക്കാക്കാറുള്ളത്. ആ ഭാഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പോ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരിയോം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ
ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.